തസ്ബീഹ് നിസ്കാരം വളരെ ശ്രേഷ്ഠമായ നമസ്കാരമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നതായ ഒരു ചരിത്രമാണ് അതിന്റെ ആധാരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ടതായ അതിശ്രേഷ്ഠമായ അമലാണ് പവിത്രമായ തസ്ബീഹ് നമസ്കാരം. എല്ലാ ദിവസവും സാധിക്കുമെങ്കിലും ഒക്കെ വലിയ ശ്രേഷ്ഠതയാണ്. അതല്ല ആഴ്ചയിലെങ്കിൽ അതിലും മഹത്വമാണ്. വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവുമൊക്കെ വളരെ ശ്രേഷ്ഠതയാണ്. ഇനി അതിനുമപ്പുറം സാധിക്കുന്നില്ല എങ്കിൽ മാസത്തിലൊരിക്കൽ, അതും സാധിക്കുന്നില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ, അതും സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട നമസ്കാരമാണ് മഹത്താരമാകുന്ന തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണുള്ളത്. പകലിലും നിസ്കരിക്കാം, രാത്രിയിലും നിസ്കരിക്കാം. പകലിൽ നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ളുഹ്ർ നിസ്കരിക്കുന്നത് പോലെ ഒറ്റ തക്ബീറിനുള്ളിൽ 4 റക്അത്ത് ഒരുമിച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ ഈരണ്ടായി നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. 4 റക്അത്താണുള്ളത്. 4 റക്അത്തില് ഓരോ റക്അത്തിലും 75 തസ്ബീഹ് വീതം ചൊല്ലിയാൽ 300 തസ്ബീഹുകൾ ആ നമസ്കാരത്തിന്റെ ഇടകളിലായി പല സ്ഥലങ്ങളിലായി പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വെക്കാനുള്ള കാരണം. തസ്ബീഹ് ഇതാണ്: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് തസ്ബീഹ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്നുകൂടി ചേർത്താൽ വളരെയേറെ ബെറ്ററായി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടതാകുന്ന സൂറത്തു തകാസുർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഇതാണ് ഒന്നാമത്തെ റക്അത്തിൽ വജ്ഹത്തു ഫാത്തിഹ എന്നിവയ്ക്ക് ശേഷം ഓതേണ്ടതായ സൂറത്ത്. 4 സൂറത്തുകളിലും ഓതേണ്ടതാകുന്ന സൂക്തങ്ങൾ ആദ്യം പറയാൻ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തേതിൽ സൂറത്തു തകാസുർ, 2ൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇതാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ളതായ സൂറത്ത്. മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂന വലാ അൻതും അഅബിദൂന മാ അഅബുദു വലാ അന അഅബിദും മാ അഅബദ്തും വലാ അൻതും അഅബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. മൂന്നാമത്തെ റക്അത്ത്. 4ൽ സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് ഓരോ റക്അത്തിലും ഓതേണ്ടതായ സൂറത്തുകൾ ഇവകളാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുർ, രണ്ടാമത്തേൽ സൂറത്തുൽ അസ്ർ, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, നാലാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഇതാണ് സുന്നത്തുള്ളത്. ഒരാൾക്ക് ഇതൊന്നും ഓതാൻ അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്തുകൾ ഓതി നമസ്കരിക്കുന്നു. നിസ്കാരം ഒഴിവാക്കണ്ട.
സുന്നത്തായ നിസ്കാരമാണ്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില സുന്നത്തുകളാണ് മേൽപ്പറഞ്ഞതായ ചില സൂക്തങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒരുമിച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ഹൈറാണ്. ഒരാൾ ഈരണ്ടായി നിസ്കരിച്ചതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും ഉത്തമം അതാണ്. രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ ഈരണ്ടായി നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പൊ തസ്ബീഹ് നമസ്കാരം 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈ കെട്ടുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. വജ്ഹത്ത് ഓതിയതിനു ശേഷം ഫാത്തിഹ ഓതുന്നു. മേൽ പറഞ്ഞതായ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുർ ഓതിക്കഴിഞ്ഞാൽ ഉടനെ 15 തക്ബീറുകൾ സുന്നത്തുണ്ട്. 2 രീതിയിൽ നമസ്കരിക്കാം. അതിൽ ഒരു രീതി മാത്രമാണ് ഇവിടെ പറയുന്നത്. കാരണം അത് അവലംബിച്ചാൽ മതി. 2 കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസകരമാണ്. ഒരൊറ്റ രീതി മാത്രമാണ് പറയുന്നത്. വജ്ഹത്ത് ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. സൂറത്തു തകാസുർ എന്ന ആദ്യത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായ സൂക്തം ഓതിയതിനു ശേഷം 15 പ്രാവശ്യം മേൽ പറഞ്ഞതാകുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ആവർത്തിച്ച് ചൊല്ലുക. ഈ ചൊല്ലുന്ന സമയത്ത് നമ്മൾ കൈകെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എണ്ണം പിടിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തി എണ്ണം പിടിക്കേണ്ടതില്ല. ഓരോ വിരലുകളും നമ്മുടെ കയ്യിലേക്ക് തന്നെ പ്രസ് ചെയ്താൽ മതി. ഓരോന്നും ചൊല്ലുമ്പോൾ അതിന് 15 എണ്ണം പിടിക്കണം. അല്ലാതെ കൈകൾ വിരലുകൾ അനക്കി 3-ൽ കൂടുതൽ പ്രാവശ്യം തുടർച്ചയായി അനക്കമുണ്ടായാൽ നിസ്കാരം ബാത്തുലാവുമെന്നുള്ള കാര്യം ഇത്തരുണത്തിൽ ഓർമ്മ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ 15 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലി നേരെ റുക്കൂയിലേക്ക് പോവാ. അല്ലാഹു അക്ബർ. റുക്കൂയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചൊല്ലേണ്ടതായ ദിക്റുകൾക്ക് ശേഷം മേൽ പറഞ്ഞതാകുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. അപ്പൊ ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക? 15 പ്രാവശ്യം. ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലും, ഇനി പറയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും 10 അത് ആദ്യം തന്നെ ഓർക്കുക. റുക്കൂയിൽ കഴിഞ്ഞു 25 തസ്ബീഹായി. നൃത്തത്തിൽ 15, റുക്കൂയിൽ 10, 25ആയി. ഒരു റക്അത്തിൽ 75 പൂർത്തീകരിക്കേണ്ടത്. അടുത്തത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലി കൈതാഴ്ത്തിയിട്ടാൽ അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം മേൽ പറഞ്ഞതാകുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തുടങ്ങിയിട്ടുള്ള ദിക്ർ 10 ചൊല്ലിക്കഴിഞ്ഞാൽ നേരെ സുജൂദിലേക്ക് പോകുന്നു. 1-ാം സുജൂദിലെത്തി അവിടെ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ളത് ചൊല്ലിക്കഴിഞ്ഞ് 3 വട്ടം അത് ചൊല്ലിയാൽ ഇത് 10 വട്ടം അവിടെ ഉരുവിടുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന തസ്ബീഹ്. ഇപ്പോൾ നമ്മൾ 45 തസ്ബീഹ് കഴിഞ്ഞിട്ടുണ്ട്. നൃത്തത്തിൽ 15, റുക്കൂയിൽ 10, 25, ഇഅ്തിദാലിൽ 10, 35, ആദ്യത്തെ സുജൂദിൽ 10, അഥവാ വീണ്ടും 45. ഇടയിലുള്ളതാകുന്ന ഇരുത്തം റബ്ബി ഗഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 10 പ്രാവശ്യമായി 55. 10 പ്രാവശ്യം അവിടെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ ചെല്ലേണ്ട ദിക്ർ കഴിഞ്ഞു. 2-ാമത്തെ സുജൂദ് കഴിഞ്ഞാൽ അവിടുത്തെ ദിക്റുകൾക്ക് ശേഷമായി എഴുന്നേൽക്കുന്നതിന് മുമ്പ്, സുജൂദിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ 10 വട്ടം. അപ്പോൾ 65ആയി. ഇനി 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്തുണ്ട്. സാധാരണ നിസ്കാരങ്ങളിലും ഉള്ളതാണത്. റാഹത്തെടുക്കുക എന്നാണ് അതിനർത്ഥം. ഇസ്തിറാഹത്ത്, ഒരു ചെറിയൊരു വിശ്രമം, നേരിയ വിശ്രമം. ഒറ്റയടിക്കും കൊണ്ട് എഴുന്നേറ്റ് വരാതെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട്, ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഒന്ന് ജസ്റ്റ് ആദ്യത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഒന്ന് ഇരുന്ന് നമ്മൾ എഴുന്നേൽക്കും. അങ്ങനെ ഇരിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇരിക്കുക, എഴുന്നേൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയുള്ളതാകുന്ന സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുത്തം, അത് ഇസ്തിറാഹിന്റെ ഇരുത്തമാണ്. അത് നമ്മൾ തക്ബീർ ചൊല്ലി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതായ തക്ബീർ ചൊല്ലുന്നത് അവിടെയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ 10 പ്രാവശ്യം തസ്ബീഹും മാത്രമേ ഉള്ളൂ. 10 വട്ടം കൂടി അവിടെ ചൊല്ലണം. കാരണം ഒരു റക്അത്തിൽ നമുക്ക് 75 പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ 10-ാമത്തത് 65 2-ാമത്തെ സുജൂദ് കൊണ്ട് പൂർത്തീകരിച്ചത് ഇതുകൂടി ചെല്ലുന്നതോടുകൂടി 75 ഒരു റക്അത്തിൽ പൂർത്തീകരിക്കപ്പെടുക.
ആ രണ്ടാമത്തെ ആ റക്അത്തിൽ നിന്ന് പിന്നീട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഇനി തക്ബീർ ഇല്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ചില ആളുകൾ അവിടെ തക്ബീർ ചൊല്ലാറുണ്ട്, തക്ബീർ ചൊല്ലാൻ പറയുന്നുമുണ്ട്. അത് അധികരിച്ച തക്ബീറായി മാറുകയാണ്. കാരണം സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കുന്നതോടെ ആ എഴുന്നേറ്റ് വരുന്നതാകുന്ന സമയത്ത് സുജൂദിൽ നിന്നിങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ടാണ് ഇരിക്കുന്നത്. ആ നൃത്തത്തിലേക്ക് വരുന്ന തക്ബീർ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം വരെ ഉള്ളൂ. അല്ലാഹു അക്ബർ ആ ഇരുത്തത്തിൽ ഇരിക്കുക. ഇരുന്നിട്ട് അവിടെ തക്ബീർ, അവിടെ ഈ പറഞ്ഞതാകുന്ന ദിക്ർ അങ്ങ് ചെല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആയിട്ട് നേരെ എഴുന്നേറ്റ് വന്ന് കൈകെട്ടിയാൽ മതി. കാരണം ആ നൃത്തത്തിലേക്ക് വരുന്ന തക്ബീർ ഓൾറെഡി ചൊല്ലിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ ആ ദിക്ർ ചൊല്ലിയത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. നേരെ എഴുന്നേറ്റ് വന്ന് നമ്മൾ കൈകെട്ടുക. നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹയും സൂറത്തും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തുൽ അസ്റാൻ ഓതിക്കഴിഞ്ഞാൽ 15 പ്രാവശ്യം തസ്ബീഹ് ആവർത്തിക്കുക. അങ്ങനെ റുക്കോയിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10, ഇഅ്തിദാലിൽ അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10, സുജൂദിലേക്ക് വന്നു അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10, ഇടയിലുള്ള ഇരുത്തത്തിൽ അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10, അടുത്ത സുജൂദ് ചെയ്തു അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10, നേരെ അത്തഹിയാത്തിലേക്ക് ഇരുന്നു. അത്തഹിയാത്തിലിരുന്നാൽ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് ഈ ദിക്ർ ചൊല്ലണം, ശേഷമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം മസല. അത്തഹിയാത്തിലേക്ക് ഇരുന്നാൽ മറ്റ് എല്ലാത്തിനും ശേഷമാണ്, അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷമാണ് എങ്കിൽ അത്തഹിയാത്തിലേക്ക് ഇരുന്നാൽ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളതാകുന്ന ആ തസ്ബീഹ് അവിടെ ഇരുന്ന് അങ്ങോട്ട് ചെന്നിരുന്നാൽ ഉടനെ തഹിയാത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നാൽ ഉടനെ 10 വട്ടം ചൊല്ലി അത്തഹിയാത്ത് ഓതിയതിനു ശേഷം എന്ത് ചെയ്യുക, സലാം വീട്ടുക. അതാണ് ഇതിന്റെ സുന്നത്തായ രൂപം എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത്തെ റക്അത്ത് വീണ്ടും നമ്മൾ എഴുന്നേൽക്കുക. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അടുത്ത മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് നിസ്കരിക്കുന്നു. വീണ്ടും നിയ്യത്ത് ചെയ്യുന്നു, വജ്ഹത്ത് ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുന്നു. മേൽ പറഞ്ഞ പോലെ 15 അവിടെ ചൊല്ലുന്നു. മേൽ പറയുന്ന രീതിയിൽ തന്നെ പോയി രണ്ടാമത്തേതാകുന്ന സുജൂദ് കഴിഞ്ഞാൽ ഉടനെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് 10 വട്ടം അവിടെ ചൊല്ലി നേരെ എഴുന്നേൽക്കുന്നു. തക്ബീർ ചൊല്ലേണ്ടതില്ല, നേരെ വന്ന് കൈകെട്ടുന്നു, ഫാത്തിഹയും സൂറത്ത് ഓതുന്നു. സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതി ഓരോന്നിനും ആ ദിക്ർ കഴിഞ്ഞാൽ ഉടനെ 15 ചൊല്ലി അടുത്തതാകുന്ന സുജൂദ് കഴിഞ്ഞാൽ റുകൂഉം ഇഅ്തിദാലും സുജൂദിലും ഒക്കെ മേൽ പറഞ്ഞ രീതിക്ക് തന്നെ അവിടെ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം 10 ചൊല്ലി അത്തഹിയാത്തിന് മുമ്പായിട്ട് 10 ചൊല്ലിക്കൊണ്ട് അത്തഹിയാത്ത് ഓതി സലാം വിട്ടു. എന്നിട്ട് ശരിക്കും നല്ലതുപോലെ കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു റക്അത്തിൽ 75 തസ്ബീഹ് വീതം ചൊല്ലി 4 റക്അത്ത് പൂർത്തീകരിക്കുമ്പോൾ 300 തസ്ബീഹായി മാറുകയാണ്. എവിടെങ്കിലും നൃത്തത്തിലോ അല്ലെങ്കിൽ റുക്കോയിലോ അല്ലെങ്കിൽ ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം പെട്ടെന്ന് അങ്ങ് റുക്കോയിലേക്ക് പോയി തസ്ബീഹ് മറന്നുപോയാൽ അത് സുജൂദിൽ വെച്ചേ പരിഹരിക്കാവുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. സുജൂദിലാണ് എവിടെയെങ്കിലും മറന്നുപോയെങ്കിൽ, ഒരു 10 എവിടെയെങ്കിലും വിട്ടുപോയെങ്കിൽ അത് സുജൂദിലെത്തിയിട്ട് ആ സുജൂദിൽ അതുകൂടി ചേർത്ത് 20 ആക്കുകയോ 30 ആക്കുകയോ എണ്ണം പൂർത്തീകരിച്ച് കറക്റ്റ് ചെയ്യുകയോ ചെയ്യണം. എവിടെ പോയാലും ഏത് നിസ്കാരത്തിന്റെ സമയത്തായിരുന്നാലും സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് കൈ താഴ്ത്തിയിടുമ്പോഴും നമ്മുടെ വിരലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പതുക്കെ എണ്ണം പിടിക്കുക. ഒരിക്കലും കയ്യിൽ ഇങ്ങനെ സാധാരണ ദിക്റിന് എണ്ണം പിടിക്കുന്നത് പോലെ നമ്മൾ ബലം പിടിച്ച് എണ്ണം പിടിക്കാൻ പാടില്ല. നിസ്കാരം ബാത്തിലാകുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ടുള്ളതാകുന്ന അനക്കം 3 എണ്ണം വന്നാൽ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഓരോ സമയങ്ങളിലും നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നിലയ്ക്ക് സുജൂദിലാണെങ്കിലും അത് സാധിക്കും, റുക്കോയിലാണെങ്കിലും നമ്മുടെ കാൽമുട്ടിലേക്ക് 2 കൈകളുടെ ഉള്ളം കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയും നമുക്ക് എണ്ണം പിടിക്കാൻ സാധിക്കും. നൃത്തത്തിലാണെങ്കിലും 2 കൈകളിലേക്ക് കൈകെട്ടി ആദ്യം ഫാത്തിഹയും സൂറത്ത് ഓതുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എണ്ണം പിടിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് നല്ല വൃത്തിയും കൃത്യവുമായ നിലയ്ക്ക് നിസ്കാരം പൂർത്തീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ നിസ്കാരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. തസ്ബീഹ് നമസ്കാരം വളരെ കൃത്യമായ നിലയിൽ വളരെ മനോഹരമായ നിലയിൽ നിർവഹിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.